എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയുടെ അവസ്ഥ കാണുമ്പോൾ ബാലേന്ദ്രന് ആകെ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അലീനെ അടുത്തേക്ക് വിളിപ്പിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ മറക്കാൻ പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതെല്ലാം മനസ്സിൻ്റെ ഒരു കോണിലേക്ക് മാറ്റി വെച്ചേരേ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം, മാനക്കേട് എല്ലാം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാം, എല്ലാം അനുഭവിക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടവളാണ് നീ. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. എൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല. ഞാനും ഒരു മനുഷ്യനാണ്. ഉരുക്കുകൊണ്ടുണ്ടാക്കിയ മെഷീനൊന്നുമല്ല. ഒരു സാധാരണ കുഞ്ഞായി ജനിച്ച് വളർന്ന് ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നെത്തി നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം പാതുവഴിയിൽ എത്തി നിൽക്കുവാണ്. അതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ ആകാൻ ഒരു കാരണക്കാരി നീ കൂടിയാണ്. നീ മാത്രമല്ല, നിൻ്റെ ബ്രിജിത്താമ്മയും അതുപോലെ കൈതക്കൽ കുഞ്ഞിരാമമേനോനും മനുവും എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ നിനക്ക് സാധിക്കത്തില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മോളെ. എൻ്റെ കൂടെ താങ്ങായിട്ട് നീ കൂടെ വേണം. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ആ ദൂരം എങ്ങനെ മുന്നോട്ട് പോകും, അവിടെ വരെ എത്തും എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കൂടെ നീ കൂടി വേണം, അല്ലാതെ പറ്റില്ല എന്നൊക്കെ ബാലേന്ദ്രൻ ഒരുപാട് വിഷമത്തോടെയാട്ടോ അലീനയോട് പറയുന്നത്. ഇത്രയൊക്കെ അലീനയോട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് ബാലേന്ദ്രൻ ശ്രദ്ധിക്കുന്നത്, അലീനയും കൃഷ്ണമോളും തമ്മിൽ സംസാരിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ കൃഷ്ണമോളുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നില്ല. അലീനയ്ക്ക് ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുവാണ് എന്ന് വയ്ക്കാം. നീ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് കൃഷ്ണമോളോട് ചോദിക്കും. അങ്ങനെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു സന്തോഷമില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇനി നമ്മൾ തിരിച്ചു ചെന്നാലും ആ വീട്ടിൽ എന്തൊക്കെയാകുമെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് എന്ന് പറയും. നേരം ബാലേന്ദ്രൻ പറയും, സാരമില്ല, നമുക്ക് നോക്കാം, എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് പറയും. എന്നിട്ട് രണ്ടുപേർക്കെന്നല്ല, അവർ 3 പേരും ആകെ ടെൻഷനിലും വിഷമത്തിലും ഒക്കെ ആയതുകൊണ്ട് ബാലേന്ദ്രൻ പറയും, നമുക്ക് 3 പേർക്കും ഗാർഡനിലൂടെ കുറച്ച് നേരം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ 3 പേരോട് പുറത്തേക്കൊന്ന് പോവാണ്, മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി. പിന്നീട് നമ്മുടെ മനുവിനെ കാണിക്കുന്നുണ്ട്. മനു ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ. മനു ഒരു മീറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. ഫോണാണെങ്കിൽ സൈലൻറ്റ് മോഡിലാണ്, ഫ്ലൈറ്റ് മോഡിലായിരുന്നു. അതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ വന്ന് കയറുന്നത് അനിയത്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ ഇന്ന് എവിടെയായിരുന്നു എന്ന്. അന്നേരം പറയുന്നുണ്ട്, ഞാൻ കോട്ടയത്ത് വരെ പോയതായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിഞ്ഞില്ല, ആൻറ്റിയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, എങ്കിൽ അകത്തോട്ട് വിശേഷങ്ങളുണ്ട് എന്ന് പറയും. മനു അകത്തേക്ക് കയറി വരുമ്പം രാജീവനും അതുപോലെ ഹരിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട്, എടാ നീ ഇന്ന് എവിടെ പോയതായിരുന്നു, നിൻ്റെ ഫോൺ എന്നാ സൈലൻറ്റിലാണോ, വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അയ്യോ ഇന്നൊരു മീറ്റിംഗ് ആയിരുന്നു, ഞാൻ എൻ്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഫോൺ നോർമൽ മോഡിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ പറ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കും കേട്ടോ, അലീനെ പടിയിറക്കി വിടുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തോ എന്ന്. അന്നേരം അത് നല്ല ഭംഗിയായിട്ടൊക്കെ നടന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാനും ഹരിയും കൂടെയാണ് പോയത് എന്ന് പറയും. അത് പറയുന്നതേ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തിനാ കൂടെ കൊണ്ടുപോയത് എന്ന്. അന്നേരം എനിക്കൊരു സഹായം വേണ്ടേ, അതിനെ കൊണ്ടുപോയത് എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവളെ വലിച്ചിറക്കി റോഡിൽ കൊണ്ട് തള്ളി, അവളുടെ ബാഗും സാധനങ്ങളും എല്ലാം റോഡിൽ കൊണ്ട് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ അവൾ അവിടുന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്നതേ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പം മനു ചോദിക്കും, ഇതെല്ലാം അവിടെ നടന്നപ്പോൾ ബാലചന്ദ്രൻ അങ്കിൾ വാ കെട്ടി മൂടി മിണ്ടാതിരിക്കുമായിരുന്നോ എന്ന്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഇതൊന്നും അയാളെ ബോധിപ്പിച്ചുകൊണ്ടല്ല ഞങ്ങൾ ചെയ്തത്, അയാൾ അറിയാതെ തന്നെ അവളെ വലിച്ചിറക്കി റോഡിൽ കൊണ്ടാക്കി ബാഗും അവളുടെ സാധനങ്ങളും എല്ലാം എറിഞ്ഞു കൊടുത്തു, അവളെ പറഞ്ഞു വിടുകയും ചെയ്തു എന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ അങ്കിൾ അറിഞ്ഞേയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അറിഞ്ഞു കഴിഞ്ഞ് അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഏതായാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ, വൈജയ്ക്ക് ഇത്രയും കാര്യം മതി, അവളുടെ ശത്രു വീട്ടിൽ നിന്ന് പോയല്ലോ എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, ഒന്നും പോയിട്ടില്ല, ഒന്നും തീർന്നിട്ടുമില്ല, ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ച് അഴിച്ചാൽ നമുക്ക് സോൾവ് ആക്കാൻ പറ്റുന്ന ഒരു കെട്ട് മാത്രമേ ഉള്ളായിരുന്നു, അതിനെ വലിച്ചു വാരിയിട്ട് ആകെപ്പാട് കൂട്ടക്കെട്ടാക്കി മാറ്റി അങ്കിൾ. ഇനി അത് അഴിച്ചെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം രാജീവൻ ചോദിക്കും, നീ എന്താ ഈ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല, ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി താ എന്ന് പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ബാലേന്ദ്രൻ അങ്കിൾ അവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അലീനയും കൊണ്ടേ തിരിച്ചു വരുള്ളൂ, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയും. അന്നേരം രാജീവൻ പറയുവാണ്, അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറ്റണ്ട, ഗേറ്റ് പൂട്ടിയിട്ടേക്കാൻ ഞാൻ വൈദ്യോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക. അന്നേരം മനു ഒന്ന് ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്നതാ കൊച്ചൻ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല, ബാലേന്ദ്രൻ
ബാലേന്ദ്രൻ അങ്കിളിൻ്റെ വീട്ടിൽ കയറാൻ കൊച്ചച്ഛൻ്റെ സഹായമോ അല്ലെങ്കിൽ അനുവാദമോ വേണ്ട അങ്കിളിന്. ആ കാര്യമെങ്കിലും മനസ്സിലാക്കുക. ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാതെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ മേലായിരുന്നോ? എന്തൊക്കെയായി കാണിച്ചു വെച്ചേക്കുന്നത്? മൊത്തം പൊട്ടത്തരങ്ങളാണ് കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് പറയും. അന്നേരം രാജീവ് പറയുന്നുണ്ട്, എടാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരികയില്ല, അയാൾ അവളെ കൊണ്ട് വരും എന്ന എന്താ ഉറപ്പ്? അങ്ങനെ വരുത്തൊന്നുമില്ല എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, ഒന്നുമില്ല, അലീനെ എടുത്ത് പുറത്ത് കളഞ്ഞു എന്ന് സന്തോഷിച്ചല്ലേ നിങ്ങളിരിക്കുന്നേ, അവൾ ബൂമറാങ് പോലെ തിരിച്ചു വരും, അതിന് യാതൊരു സംശയവും എന്ന് പറയുന്നു. അന്നേരം രാജീവ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇനി എന്താ വരാൻ പോകുന്നത് എന്ന് കണ്ടറിഞ്ഞു, ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എന്തൊക്കെയാണ് ഈ കാണിച്ച് വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മനു അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. അന്നേരം ആകെ ടെൻഷൻ ആകുന്നുണ്ട് രാജീവിന്. മനു അവിടെ ഇരിക്കുന്നത്രയും സമയം ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു കേട്ടോ ഹരി. മനു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ചാടി എന്നിട്ട് രാജീവിൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അതെ അയാൾ പറയുന്നൊന്നും കണക്കാക്കണ്ട, അയാൾ അലീനയുടെയും അങ്കിളിൻ്റെയും സൈഡാണ്, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. ഏതായാലും മനു റൂമിലേക്ക് ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം മുത്തശ്ശിയുടെ ഫോണിൽ വിളിക്കുവാണ്. ഫോൺ എടുത്ത് കഴിയുമ്പം മനു സംശയിച്ച് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി തന്നെ അല്ലേന്ന്, ഇനി അലീനയുടെ കയ്യിൽ അങ്ങനെ ഫോൺ കൊടുത്തു വിട്ടോ എന്നറിയാനായിരിക്കും. അതെ, മനു ആണോ? എടാ നീയല്ലേ എന്നെ വിളിക്കാനുള്ളൂ, വേറെ ആരും വിളിക്കാനില്ലല്ലോ, എന്താടാ മോനെ എന്ന് ചോദിക്കും. അന്നേരം അലീന അവിടെ ഇല്ലേ എന്ന് ചോദിക്കുക. അന്നേരം പറയും, അവൾ പോയല്ലോ എന്ന്. അന്നേരം എങ്ങനെ പോയി എന്ന് ചോദിക്കുമ്പം, അത് നീ അറിഞ്ഞില്ലേ, ഇവിടെ രാജീവിനും ഹരിയും ഒക്കെ വന്ന് അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടു എന്ന് പറയുവാണ്. അങ്ങനെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് ചോദിക്കുക. അന്നേരം മുത്തശ്ശി പറയും, തീർന്നു, ഇനിയിപ്പോൾ എന്നാ പ്രശ്നം, അവൾ പോയില്ലേ എന്ന് ചോദിക്കും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അവൾ പോയി, ഇപ്പോൾ അവിടെ ബാലേന്ദ്രൻ അങ്കിൾ ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ബാലനും അന്നേരം പോയതാണ് എന്ന് പറയുമ്പം, ബാലേന്ദ്രൻ അങ്കിൾ ഇതെല്ലാം കണ്ടിട്ട് വെറുതെ ഇരിക്കുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ബാലേന്ദ്രൻ അങ്കിൾ ഇനി തിരിച്ചു വരുവാണെങ്കിൽ തന്നെ അലീനയും കൊണ്ട് തിരിച്ചു വരുവുള്ളൂ. ഇതൊക്കെ എന്നതാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ നിങ്ങൾക്ക്? ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കും. അതുപോലെ മനു ചോദിക്കുന്നുണ്ട്, അലീന പോയപ്പം ആ ഫോണെങ്കിലും ഒന്ന് കൊടുത്തു വിടാൻ മേലായിരുന്നു, അവളുടെ കയ്യിൽ ഒരു ഫോൺ പോലും ഇല്ലല്ലോ ഇപ്പം എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി പറയും, ഇത് എനിക്ക് നീ മേടിച്ചു തന്ന ഫോണല്ലേ എന്ന് ചോദിക്കുക. അന്നേരം ആയിക്കോട്ടെ, ആ ഫോൺ കൊടുത്തു വിടാമായിരുന്നല്ലോ, മുത്തശ്ശിക്ക് ഞാൻ വേറെ ഒരെണ്ണം മേടിച്ച് തരികയില്ലായിരുന്നു, ഇനിയിപ്പം അവൾ എവിടെയാണ് എന്താണെന്ന് എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയും, ഞാൻ അന്നേരം അങ്ങനെയൊന്നും ഓർത്തില്ല, ഏതായാലും അവൾ ഇവിടുന്ന് പോയില്ലേ, അതേ ഞാൻ ചിന്തിച്ചോളൂ എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, ഇനിയിപ്പം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി എന്ന് നിങ്ങൾ ആരും കരുതണ്ട, പ്രശ്നങ്ങളെ എല്ലാം തുടക്കമേ ആയിട്ടുള്ളൂ, എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് മനു അങ്ങ് ഫോൺ വയ്ക്കും. അത് കഴിയുമ്പോഴാണ് മുത്തശ്ശി അതിനെപ്പറ്റി ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിക്കുന്നത്. ഇത് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് മരുന്നൊക്കെ കൊടുക്കാനായിട്ട് വൈജയന്തി റൂമിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ബാലൻ എവിടെയാണ് എന്ന് എന്തെങ്കിലും അടയാളം കിട്ടിയോടി എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിയത്തില്ല, എവിടെയെങ്കിലും പോട്ടെ, വരുമ്പം വരട്ടെ എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി ചോദിക്കും, നിൻ്റെ മോളും ആ കൂടിയില്ലേ എന്ന് ചോദിക്കുമ്പം, എൻ്റെ മോൾ ആ കൂടിയുണ്ട്, അതിന് ഞാനെന്തിനെ പേടിക്കുന്നത്, അവൾ അച്ഛൻ്റെ കൂടെയല്ല അവൾ പോയേക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ഓർക്കണം, ബാലേന്ദ്രൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ്, ഇവിടുന്ന് അലീനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവനും ആ കൂടെ പോകുമെന്ന്, ആ നിമിഷം ഈ വീട് വിട്ട് ഇറങ്ങുമെന്ന്. അത് തന്നെയല്ലേ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പം അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം അത് അന്നേരത്തെ കാര്യമല്ലേ, അന്നേരം ആലോചിക്കാം, ഏതായാലും അവളെ ഇവിടുന്ന് ഇറക്കി വിടണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. ഇനിയിപ്പം ബാലനും അങ്ങോട്ട് എറണാകുളത്തേക്ക് തന്നെയാണോ പോയതെന്ന് ആർക്കറിയാം, അവളങ്ങോട്ടാണല്ലോ പോയത്, അവിടെ ആയിരിക്കും അയാളോ എന്ന് പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ മോളും ആ കൂടെയുണ്ട്, അത് നീ മറക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ഓർക്കണം, ബാലൻ്റെ ഇഷ്ടമില്ലാണ്ട് ബാലൻ്റെ വീട്ടിൽ കയറി നീയും നിൻ്റെ മക്കളും അതുപോലെ നിൻ്റെ ആങ്ങളെയും കൂടി ചെയ്തത് എന്താണെന്ന് എന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കും. അന്നേരം ദേഷ്യപ്പെട്ട് വൈജയന്തി തിരിച്ചു ചോദിക്കുന്നുണ്ട്, എൻ്റെ ആങ്ങള എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ ആരാ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ സമ്മതിച്ചു, എൻ്റെ മകനാണ്, പക്ഷെ ബാലൻ നോക്കുമ്പം വേറെ ഒരുത്തം വന്ന് അവൻ്റെ വീട്ടിൽ കയറി അവൻ ഇവിടുന്ന് പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ് പെങ്കൊച്ചിനെ വലിച്ചഴിച്ച് റോഡിൽ കൊണ്ടാക്കിയിരിക്കുന്നു, അത് അവൻ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി തിരിച്ചു ചോദിക്കുവാണ്, അമ്മ എന്താ പറഞ്ഞു വരുന്നത്, അവളെയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്നാണോ? അങ്ങനെ വരുവാണെങ്കിൽ വരട്ടെ, അന്നേരം ബാക്കി നോക്കാം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിൽ ഒരാളെ ഇവിടെ കാണുകയുള്ളൂ, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, പറയാൻ നല്ല എളുപ്പമാണ്, വരുമ്പം ഇതൊക്കെ അങ്ങ് അനുഭവിച്ചുകൊണ്ടാൽ മതി, ഇനി എന്തൊക്കെയാണ് വരുന്നത് എന്ന് കണ്ടറിയണം, ഇതൊന്നും തണുപ്പിക്കാനല്ലല്ലോ നിൻ്റെ ഒന്നും ഉദ്ദേശം, ആളി കത്തിക്കാനല്ലേ, അതങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം വൈജയന്തി ദേഷ്യപ്പെട്ട് തിരിച്ചും പറയുന്നുണ്ട്, വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചില്ല, അതോർത്ത് അമ്മ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ഇറങ്ങി പോകുന്നത്.
ഏതായാലും മുത്തശ്ശിയോട് അങ്ങനെ പറഞ്ഞാലും വൈജയന്തിക്ക് ആകെ ടെൻഷൻ ആയതുകൊണ്ട് രാജീവിനെ വിളിക്കുന്നുണ്ട്. വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം രാജീവൻ പറയുന്നുണ്ട്, നീ ടെൻഷനൊന്നും ആകണ്ട, ഇപ്പോൾ 9 മണിയല്ലേ ആയുള്ളൂ, അയാൾ കുറച്ച് കഴിയുമ്പം വരുമായിരിക്കും, നീ ടെൻഷൻ ആകാതെ ഫോൺ വയ്ക്കുകയെന്ന് പറയുമ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയത്തില്ല, എൻ്റെ കൃഷ്ണമോളും ആ കൂടെയുണ്ട്, ഇനിയിപ്പം എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ അന്വേഷിച്ച് പോകാനൊന്നും പറ്റിയില്ല, നീ ഇപ്പം ഫോൺ വയ്ക്കുക, നിനക്ക് എന്തിനാ ഇത്ര ആകാംക്ഷ എന്ന് ചോദിക്കുവാണ്. അന്നേരം നീ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഫോൺ വയ്പ്പിക്കുവേ. അത് കഴിഞ്ഞ് എന്താ സംഭവം എന്ന് മനു ചോദിക്കുന്നുണ്ട്. അന്നേരം മനുവിനോട് പറയുവാണ് അവൾക്ക് ആകപ്പാട് ആകാംക്ഷ, ഇനി എവിടെയായിരിക്കും ബാലേന്ദ്രൻ എന്നോർത്ത്, കൃഷ്ണമോളും ഉണ്ടല്ലോ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിളിനെയോ അല്ലെങ്കിൽ കൃഷ്ണമോളെയോ ഓർത്തായിരിക്കുകയല്ല ആൻറ്റിക്ക് ടെൻഷൻ, അലീന എവിടെയാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് പറയുവാണേ. അന്നേരം ഹരിയും അതുപോലെ കമലയൊക്കെ പറയുന്നുണ്ട് അത് നേരാ എന്ന്. അതുപോലെ രാജീവൻ പറയുന്നുണ്ട്, ഇനിയിപ്പം ബാലേന്ദ്രൻ എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല, ഇനി അലീനയുടെ കൂടെയാണോ അവളും കൂടെ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അലീനയും കൊണ്ടേ തിരിച്ചു വരുള്ളൂ, അത് എഴുതി വെച്ചു എന്നിങ്ങനെ പറയുക. അന്നേരം രാജീവൻ പറയും, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗേറ്റ് പൂട്ടിയിടും, അകത്ത് ഗേറ്റ് ചെയ്യലാന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അങ്കിൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും തൂങ്ങാൻ പോകുന്നത് കൊച്ചച്ഛനായിരിക്കും, കൊച്ചച്ഛൻ്റെ റിട്ടേൺ ടിക്കറ്റ് വരെ അത് സ്വാഹയാകും. ഒന്ന് ഓർത്തു നോക്കി, പെൺകുട്ടികളുടെ ദേഹത്ത് അവരുടെ അനുവാദമില്ലാതെ തൊടാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ആ നിയമം വെച്ച് അലീന ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്കിളുടെ അവസ്ഥ, കൊച്ചച്ഛൻ്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, അതിന് ഞാൻ ദേഹത്തൊന്നും തൊട്ടില്ലല്ലോ എന്ന്. അന്നേരം തൊട്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, കേസ് കൊടുക്കുന്നവരാണ് എന്തെഴുതി പിടിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ അങ്കിളും അലീനയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഇവനകത്താ എന്ന് പറയുക. അന്നേരം ഹരി പറയും, അതിന് ഞാനൊന്നും ചെയ്തില്ല എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, അലീനെ നിൻ്റെ കാരണത്തിൽ 2 പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ട്, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് മനു അന്നേരം തുറന്നു പറയും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഹരിയുടെ വയറങ്ങ് അറിയും, അവൻ അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ. അതിനിടയ്ക്ക് അവൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ബാലേന്ദ്രൻ അങ്കിൾ അവളെയും കൂട്ടി വാഗമണിലെ ഏതെങ്കിലും റിസോർട്ടിൽ കാണുമെന്ന്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടുപോകും, അതുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന രാജീവൻ പറയുന്നുണ്ട്, എടാ ഞാൻ അവളുടെ ആങ്ങളെയല്ലേ, ഞങ്ങൾ 3 ആങ്ങളമാർ കൂടി ഒരു പെങ്ങളെ ഉള്ളൂ വൈജ, അവൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ അതിനകത്ത് ഇടപെടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഇടപെടണം, പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളായിരുന്നു, ഇപ്പം ചെയ്തത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ, പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുമല്ലേ കൊച്ചച്ഛൻ ചെയ്തത് എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ രാജീവിനും ചെറിയ ടെൻഷനൊക്കെ ആവുന്നുണ്ട്. ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ ചെന്നിരിക്കുന്ന മനു ഫോണെടുത്ത് പിന്നെയും വിളിക്കുന്നുണ്ട്. അന്നേരം കണക്റ്റായി കിട്ടുന്നുണ്ട്. ഹലോ എന്ന് വെച്ച് ആകാംക്ഷയോടെ ഇരിക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അതാണ് മക്കളെ നല്ല കിടുക്കാച്ചി പ്രൊമോ. അതിൻ്റെ അകത്ത് ബാലേന്ദ്രൻ കൃഷ്ണമോളോട് എല്ലാം തുറന്നു പറയുവാണ്. ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച് ഉപേക്ഷിച്ച കുഞ്ഞാണ് അലീന എന്ന്. അത് കേൾക്കുന്നത് കൃഷ്ണമോൾക്ക് ആകെ സങ്കടമാകും. അതുപോലെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അച്ഛൻ വെള്ളം അടിച്ചിട്ടൊന്നും അല്ല അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോള് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്ന് ഒരു കടലയിലാണ് കിടന്ന് ഉറങ്ങുന്നത്. അന്നേരം കൃഷ്ണമോള് അലീനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നേരം വെളുത്തിട്ട് മനു വിളിക്കുന്നുണ്ട് ബാലേന്ദ്രനെ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആരെയും അറിയിക്കാതെ നീ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ സ്ഥലം പറഞ്ഞു തരാമെന്ന്. ഏതായാലും നല്ല കിടക്കാച്ചി എപ്പിസോഡാണ് വരാനിരിക്കുന്നത്.